ഹലോ അസ്സലാമലൈക്കും. പിന്നെ ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് പലതരത്തിലുള്ള കുക്കീസാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അമൃതം പൊടി വെച്ചിട്ടും അതുപോലെ ഗോതമ്പ് പൊടി വെച്ചിട്ടും മൈദ വെച്ചിട്ടും ഒക്കെ ഉണ്ടാക്കിയെടുക്കാം. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. അതുപോലെ ഓവനിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഓവൻ ഇല്ലെങ്കിൽ ഗ്യാസ് സ്റ്റോപ്പിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ, ഈ ഒരു സെയിം റെസിപ്പി. അപ്പോൾ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഡിസ്ക്രിപ്ഷനിൽ ഓരോന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ ഞാൻ ആദ്യം ഷെയർ ചെയ്യുന്നത് പീനട്ട് ബട്ടർ വെച്ചിട്ടുള്ളൊരു കുക്കീസാണ്. അപ്പോൾ നോക്കാം. അപ്പോൾ അതിന് മുന്നേ ഒരു കാര്യം പരിചയപ്പെടുത്താനുണ്ട്. ഇപ്പോൾ നമ്മൾ എന്തൊരു വീഡിയോ ഷൂട്ട് ചെയ്താലും നമ്മളതൊരു ആപ്ലിക്കേഷൻ വെച്ചിട്ടല്ലേ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാവർക്കും അറിയാം, നമ്മളൊരു ആപ്ലിക്കേഷൻ വെച്ചിട്ടാണ് ഇങ്ങനെ എഡിറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് അങ്ങ് ഷൂട്ട് ചെയ്ത് വെക്കും. അതിൽ ചെറിയൊരു ഭാഗം മാത്രമായിരിക്കും, ഇടയ്ക്കിടയ്ക്കുള്ള ചെറിയ ഭാഗം മാത്രമായിരിക്കും നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ അങ്ങനെ നമുക്ക് വേണ്ടാത്തതൊക്കെ കട്ട് ചെയ്യാനും അതുപോലെ സ്പീഡ് കൂട്ടാനും കുറക്കാനും അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടാണ് നമ്മളൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ആപ്പാണ് കേട്ടോ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഷോർട്ട് കട്ട് എന്നാണ് കേട്ടോ ഈ ഒരു ആപ്പിൻ്റെ പേര്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ നോക്കിക്കോളൂ, ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു ആപ്പിൽ എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിലെല്ലാ ഓപ്ഷനും ഉണ്ട്, സ്പീഡ് കൂട്ടാനും കുറക്കാനും എഫക്റ്റ് കൂട്ടി കൊടുക്കാനും വോയിസ് റെക്കോർഡ് ചെയ്യാനും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു ആപ്പിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്തോളൂ, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം പീനട്ട് ബട്ടർ വെച്ചിട്ടുള്ള കുക്കീസാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടൊരു ബൗളിലോട്ട് 1 കപ്പ് അമൃതം പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ടുള്ള അമൃതം പൊടിയാണ്. കളറൊന്നും മാറാത്ത രീതിയിലൊന്ന് വറുത്തെടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അമൃതം പൊടി വേണ്ട എന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി തന്നെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ 1/2 കപ്പ് ഗോതമ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് അമൃതം പൊടിയും 1/2 കപ്പ് ഗോതമ്പ് പൊടിയുമാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് അമൃതം പൊടി വേണ്ട എന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ 1/2 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലോട്ട് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല, സോൾട്ടഡ് ബട്ടറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ അൺസോൾട്ടഡ് ബട്ടറാണ് ചേർക്കുന്നതെങ്കിൽ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. പിന്നെ നിങ്ങൾക്ക് മൈദ വെച്ചിട്ട് ചെയ്യുന്നെങ്കിൽ മൈദ വെച്ചിട്ടും ചെയ്യാം കേട്ടോ. 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലോട്ട് 1/2 കപ്പ് പീനട്ട് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ക്രഞ്ചി ആയിട്ടുള്ള പീനട്ട് ബട്ടറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ക്രീമി ആയിട്ടുള്ളത് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. നമുക്കിതുപോലെ പീനട്ട് ബട്ടർ വാങ്ങിക്കാൻ കിട്ടും. 200 ഗ്രാമിൻ്റെ ഒരു ടിന്ന് വാങ്ങിച്ചാൽ 3/4 ഭാഗവും ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടി വരും. 1/2 കപ്പ് ചേർത്ത് കൊടുത്താൽ മതി മൊത്തത്തിൽ. ഇനി ഇതിലോട്ട് കുറച്ച് ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് 50 ഗ്രാം ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ചേർത്ത് കൊടുക്കാം കേട്ടോ. 100 ഗ്രാമിൻ്റെ നേരെ പകുതി ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇലക്ട്രിക് എഗ് ബീറ്റർ ആണെങ്കിൽ അതിൽ വെച്ചിട്ട് മിക്സ് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പാച്ചില വെച്ചിട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ജസ്റ്റ് രണ്ടും കൂടെ ഒന്ന് മിക്സായി കിട്ടിയാൽ മതി. പിന്നെ ഇതിൽ ഈ ഒരു ക്രഞ്ചി പീനട്ട് ബട്ടറല്ലേ ഞാൻ എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് കുറച്ച് പീനട്ടിൻ്റെ ചെറിയ കഷ്ണമൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ക്രീമി പീനട്ട് ബട്ടറാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പീനട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടുള്ള പീനട്ട് അതിൻ്റെ തൊലി കളഞ്ഞ് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ കുറച്ച്. ഇതിപ്പോൾ മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു ചെറിയ മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടി ഇത് മിക്സ് ചെയ്തെടുക്കുക എല്ലാം കൂടെ. മുട്ട കഴിക്കാത്തവരാണെങ്കിൽ മുട്ട ഒഴിവാക്കാം. ഒരു 3-4 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയും മതി. എല്ലാം കൂടെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒരു ബോൾസാക്കി എടുക്കാൻ പാകത്തിനുള്ള ഡോ റെഡിയാക്കി എടുത്താൽ മതി. അപ്പോൾ മാവ് നല്ലോണം ലൂസാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരിച്ചിരി 1-2 ടേബിൾ സ്പൂണ് ഗോതമ്പ് മാവ് ചേർത്ത് കൊടുക്കാം. അതുപോലെ മാവ് നല്ലോണം ടൈറ്റാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരിച്ചിരി പാല് ചേർത്ത് കൊടുത്താൽ മതി. 1 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഈ ഒരു അളവിൽ ചെയ്യുമ്പോൾ പാകത്തിനാകുന്നുണ്ട്. കറക്റ്റ് നമുക്ക് ആ ഒരു ബോൾസാക്കി എടുക്കാൻ പാകത്തിന് കുഴച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. നല്ലോണം സോഫ്റ്റ് ഡോ ആക്കി എടുക്കണമെന്നില്ല. എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കൊരു പൊട്ടാത്ത രീതിയിലൊന്ന് ബോൾസാക്കി എടുക്കാൻ പാകത്തിന് ഡോ റെഡിയാക്കി എടുത്താൽ മതി. അപ്പം നമ്മൾ എടുത്ത് വെച്ച പൊടിയൊക്കെ മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക.
എന്നിട്ട് ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ട് കുക്കീസിൻ്റെ ഷേപ്പ് ആക്കിയിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ ബേക്ക് ചെയ്ത് കാണിക്കുന്നത് ഓവനിലാണ് കേട്ടോ. നിങ്ങൾക്ക് സെയിം ഗ്യാസ് അടുപ്പിലും ബേക്ക് ചെയ്തെടുക്കാം. നമ്മൾ കേക്കൊക്കെ ചെയ്യുന്ന ആ ഒരു രീതി തന്നെയാണ് ബേക്ക് ചെയ്യാനായിട്ട് ഗ്യാസ് അടുപ്പിൽ നമ്മൾ ബേക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ ഞാൻ മുമ്പ് ചെയ്തതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ബേക്ക് ചെയ്യുന്ന രീതി അത് നോക്കിയാൽ മതി. ബാക്കിയൊക്കെ സെയിം ആണ്. ബേക്ക് ചെയ്യാനുള്ള സമയം, അതുപോലെ കുക്കീസ് നമ്മൾ വെച്ച് കൊടുക്കുന്ന രീതി, ബട്ടർ പേപ്പറൊക്കെ വിരിച്ചിട്ടാണ് കുക്കീസ് നിരത്തി കൊടുക്കുന്നത്. അതൊക്കെ ഞാൻ ഇതിൽ കാണിച്ചിട്ടുള്ള പോലെ തന്നെ ചെയ്യുക. ബേക്ക് ചെയ്യുന്ന രീതി മാത്രം ആ ഒരു ലിങ്കിൽ കാണിച്ചിട്ടുള്ള പോലെ നോക്കിയാൽ മതി. ഇനി ഇതുപോലെ ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ട് കൈവെള്ളയിലൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഡിസൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു കുക്കീസിൻ്റെ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ വേണമെങ്കിൽ മാത്രം ഇതുപോലെ ഡിസൈൻ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ തന്നെ ഓരോന്നും ഷേപ്പാക്കി എടുത്തിട്ട് നമുക്ക് ട്രേയിലോട്ട് നിരത്തി കൊടുക്കാം. ഒരു ബട്ടർ പേപ്പർ വിരിച്ചിട്ടുള്ള ട്രേയിലോട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു കുക്കീസ് വെച്ച് കൊടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്താൽ മതി, ബട്ടർ തടവി കൊടുക്കണം അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ട്രേയിൽ ഇതുപോലെ നമുക്ക് ഓരോന്നായിട്ട് ഷേപ്പാക്കിയിട്ട് വെച്ച് കൊടുക്കാം. ഒരു കുക്കീസ് വെച്ചിട്ട് വേറൊരു കുക്കീസ് വെച്ച് കൊടുക്കുമ്പോൾ ചെറുതായിട്ട് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം വെച്ച് കൊടുക്കാനായിട്ട്. ഇത് ബേക്ക് ചെയ്തെടുക്കുമ്പോൾ സൈസിൽ മാറ്റം വരും, ചെറുതായിട്ടൊന്ന് പൊങ്ങി വരും. അപ്പോൾ ചെറുതായിട്ട് ഗ്യാപ്പ് ഇട്ടിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 15 മിനിറ്റോളം പ്രീ ഹീറ്റാക്കി വെച്ചിട്ടുള്ള ഓവൻ്റെ അകത്ത് 180 ഡിഗ്രിയിൽ ഒരു 10-15 മിനിറ്റോളം ബേക്ക് ചെയ്തെടുക്കുക. ഒരു 10 മിനിറ്റ് ആകുമ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കാം. എന്നിട്ട് ഒരു 15 മിനിറ്റ്, 12 അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് വരെ സമയം എടുക്കുന്നുണ്ട് ബേക്കായി കിട്ടാനായിട്ട്. അപ്പോൾ ഇതൊരു 15 മിനിറ്റോളം ബേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും മതി, ഇതിപ്പോൾ പാകത്തിനായിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറി കഴിയുമ്പോൾ നമുക്കിതിൽ നിന്ന് മാറ്റാം. ചൂടോടെ ഒരിക്കലും എടുക്കരുത്, അത് സോഫ്റ്റായിട്ടായിരിക്കും ഉണ്ടാകുക. ഏത് കുക്കീസാണെങ്കിലും ചൂടാറി കഴിയുമ്പോഴാണ് ചെറുതായിട്ട് ക്രിസ്പി ആയിട്ടൊക്കെ വരുന്നത്. ഇപ്പോൾ ഇത് ചെറുതായിട്ട് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ അടിഭാഗമൊന്നും കരിഞ്ഞിട്ടൊന്നുമില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അമൃതം പൊടി വെച്ചിട്ടാണല്ലോ ഇത് ചെയ്തിട്ടുള്ളത്. കൂടുതലും അമൃതം പൊടിയാണ്, 1/2 കപ്പ് മാത്രമാണ് ഗോതമ്പ് പൊടി ചേർത്തിട്ടുള്ളത്. എന്നിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അമൃതം പൊടി ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് ആ ഒരു പച്ചമണം കിട്ടുന്നുമില്ല, അത് മാറി കിട്ടുന്നുമുണ്ട്. അപ്പോൾ ഞാൻ ഒരെണ്ണം കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു കുക്കീസ് എന്ന് പറയുമ്പോൾ ഉൾഭാഗം ചെറുതായിട്ടൊരു സോഫ്റ്റും പുറം ഭാഗം ഒരു ക്രിസ്പിയും ആ ഒരു രീതിയാണല്ലോ. അപ്പോൾ നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. കുട്ടികൾക്കൊക്കെ വളരെ നല്ലതാണ് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ. നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം ഇതുപോലെ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് ബട്ടർ കുക്കീസാണ്. അപ്പോൾ നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലോട്ട് 125 ഗ്രാം ബട്ടറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 100 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റും പിന്നെ വേറെ 25 ഗ്രാമും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 25 ഗ്രാം എന്ന് പറയുമ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു ക്രീമി ടെക്സ്ചറാക്കി എടുക്കണം, ഒരു ക്രീമി പരുവത്തിൽ. ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ട് വേണമെങ്കിലും മിക്സ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഇതൊരു ക്രീമി പരുവത്തിലായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്, ഞാൻ ഇതിലോട്ടും അമൃതം പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് അമൃതം പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ടുള്ള അമൃതം പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്താൽ. അതുപോലെ 1/2 കപ്പ് ഗോതമ്പ് മാവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിലോട്ട് കുറച്ച് പാലും കൂടെ ചേർത്തിട്ട്, ഇത് തിക്കായിട്ട് നമ്മൾ ബോൾസാക്കി എടുക്കാനുള്ള ആ ഒരു പരുവല്ല കേട്ടോ വേണ്ടത്. ഇതൊന്ന് തിക്കായിട്ട് നമ്മൾ ഐസിങ് ബാഗിലിട്ടിട്ടൊന്ന് പ്രസ് ചെയ്താണ് എടുക്കുന്നത്, അല്ലാതെ കയ്യിൽ ഉരുട്ടിയെടുക്കുന്ന പരുവത്തിലല്ല. ചെറിയൊരു ക്രീമി ടെക്സ്ചറാണ് ഇതിലോട്ട് വേണ്ടത്. ഒരുപാട് ലൂസല്ല കേട്ടോ. കുറച്ച് പാൽ വേണമെങ്കിൽ ചേർത്ത് കൊടുത്തിട്ട് ഒരു ഇച്ചിരി ലൂസാക്കി എടുക്കാം. ഒരു 2-3 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 1/4 കപ്പ് വരെ പാൽ ചേർത്ത് കൊടുക്കാം. നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് കുറച്ച് പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3 ടേബിൾ സ്പൂണോളം പാൽ ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കുക. വേണമെങ്കിൽ മാത്രം പിന്നെ 1 ടേബിൾ സ്പൂണും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നിങ്ങൾ മൈദ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ സെയിം ഇതുപോലെ മൈദ വെച്ചിട്ട് ചെയ്യാം. 1 കപ്പ് മൈദ എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും പാൽ ചേർത്ത് കൊടുക്കേണ്ടി വരില്ല മൈദ വെച്ചിട്ട് ചെയ്യുമ്പോൾ. ഗോതമ്പ് മാവും അതുപോലെ അമൃതം പൊടി വെച്ചിട്ടാണല്ലോ ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഈ ഒരു പാലിൻ്റെ ഇതൊക്കെ വ്യത്യാസം വരും. മൈദ എടുക്കുന്നുണ്ടെങ്കിൽ ഇത്രയും പാൽ ചേർത്ത് കൊടുക്കണ്ട. ഇതിപ്പോൾ പാകത്തിനായിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് കേട്ടോ ഇതിൻ്റെ മാവ് വേണ്ടത്. നമ്മൾ ഐസിങ് ബാഗിലിട്ടിട്ട് പ്രസ് ചെയ്തിട്ടാണ് നമ്മൾ ട്രേയിലോട്ട് ഇട്ട് കൊടുക്കുന്നത്, അല്ലാതെ ബോൾസ് ആക്കിയിട്ട് അങ്ങനെ പ്രസ് ചെയ്തിട്ടൊന്നും അല്ല. ഇനി നമുക്കിത് ഐസിങ് ബാഗിലോട്ട് ആക്കി കൊടുക്കാം. നമ്മൾ കേക്കൊക്കെ ക്രീമൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്
എടുക്കാറുള്ള ഈ ഒരു ഐസിങ് ബാഗിലോട്ടാണ് കേട്ടോ. ഒരു നോസിൽ കട്ട് ചെയ്തിട്ട് നോസിലിട്ട് കൊടുക്കണം, വലിയ നോസിൽ. അപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ വലിയ നോസിൽ ഇപ്പോൾ ഇവിടെ ഇല്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ തൽക്കാലം കയ്യിലുള്ളത് വെച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലും ഈ ഒരു ട്രേയിലും ബട്ടർ പേപ്പർ വിരിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ വലിയ നോസിലാണെങ്കിൽ നമുക്ക് കുറച്ച് വലിയ കുക്കീസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ തൽക്കാലം ചെറിയ നോസിലായിരുന്നു ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ മൊത്തം ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പ്രീ ഹീറ്റാക്കി വെച്ചിട്ടുള്ള ഓവൻ്റെ അകത്ത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതും 180 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് ബേക്കാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും ചെറുതായിട്ടൊന്ന് ചൂടാറി കഴിയുമ്പോൾ മാറ്റിയാൽ മതി. ചൂടോടെ എടുക്കുമ്പോൾ ഒരു സോഫ്റ്റ് ആയിരിക്കും. ഇതിപ്പോൾ പാകത്തിനായിട്ടുണ്ട്. അടിഭാഗമൊന്നും കരിഞ്ഞിട്ടൊന്നുമില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 10-12 മിനിറ്റൊക്കെ ആകുമ്പോൾ ഒന്ന് നോക്കുക, ജസ്റ്റ് അടിഭാഗം ഒന്ന് നോക്കുക. നല്ലോണം ഇതായിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ എടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇത് പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മൈദ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇതിനേക്കാളും ഒരു 10 മിനിറ്റൊക്കെ ആകുമ്പോൾ തന്നെ ബേക്കായി കിട്ടുമായിരിക്കും. സമയത്തിൽ മാറ്റം വരും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ നല്ല പാകത്തിന് തന്നെ ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു നാൻകട്ടായി ആണ്. അപ്പോൾ നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടും ഞാൻ 1/2 കപ്പ് അമൃതം പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1/2 കപ്പ് ഗോതമ്പ് മാവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മൊത്തത്തിൽ 1 കപ്പ് ഗോതമ്പ് മാവ് അല്ലെങ്കിൽ മൈദ ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലോട്ട് 1/2 കപ്പ് ഗോതമ്പ് മാവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് 1/2 കപ്പ് കടലമാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1/2 കപ്പ് റവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നോർമൽ റവയാണ്, ചെറിയ റവ. പിന്നെ ഇതിലോട്ട് 1/2 കപ്പ് നിറച്ച് പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടൊരു 1/4 ടീസ്പൂണ് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ബട്ടർ അല്ല കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്, ഓയിലാണ്. സൺഫ്ലവർ ഓയിൽ 1/2 കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. പോരാ എന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു 2-3 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ബോൾസാക്കി എടുക്കാൻ പാകത്തിനൊന്ന് മിക്സ് ചെയ്തിട്ട് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ഇതിലോട്ട് 1/2 കപ്പ് ഓയിൽ ചേർത്തത് പാകത്തിനായിട്ടുണ്ട്. പോരാ എന്നുണ്ടെങ്കിൽ മാത്രം വീണ്ടും 1-2 ടേബിൾ സ്പൂണൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇത് കൈകൊണ്ട് തന്നെ കുഴച്ചിട്ട് ചെറിയൊരു ബോൾസാക്കി ഉരുട്ടിയെടുക്കാൻ പാകത്തിന് ആ ഒരു രീതിയിലുള്ള ഡോ റെഡിയാക്കി എടുത്താൽ മതി. ഇനി ഇതുപോലെ ചെറിയ ബോൾസാക്കി എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഷേപ്പാക്കി കൊടുക്കുക. അപ്പോൾ ബോൾസാക്കി എടുത്ത ശേഷം നടുക്ക് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലോട്ട് ഞാൻ പിസ്ത ക്രഷ് ചെയ്തത് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏത് നട്ട്സ് വേണമെങ്കിലും നടുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. വേണമെങ്കിൽ മാത്രം ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമുക്ക് എല്ലാം ഇതുപോലെ ചെയ്തിട്ട് ഈ ഒരു ട്രേയിലോട്ട് നിരത്തി കൊടുക്കാം. ബട്ടർ പേപ്പർ വിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ട്രേയിലോട്ട് നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ. എന്നിട്ട് നമുക്ക് ഫുള്ള് ഇതുപോലെ ചെയ്തിട്ട് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ട്രേയിൽ വെച്ച് കൊടുക്കുമ്പോൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം വെച്ച് കൊടുക്കാനായിട്ട്. അടുപ്പിച്ച് വെച്ച് കൊടുക്കണ്ട. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 180 ഡിഗ്രിയിൽ 15 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്താൽ മതി. അതുപോലെ ഗ്യാസ് അടുപ്പിലും നിങ്ങൾക്ക് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ചൂടാറിയിട്ട് വേണം ഈ ഒരു ട്രേയിൽ നിന്ന് മാറ്റാനായിട്ട്. ഇതിപ്പോൾ ചൂടാറിയിട്ടുണ്ട്. ഇതും നല്ല പാകത്തിന് ബേക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ചൂടാറിയിട്ട് തന്നെ ഈ ഒരു ട്രേയിൽ നിന്ന് മാറ്റിയാൽ മതി. ഇതിപ്പോൾ നല്ല പാകത്തിന് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ എളുപ്പമല്ലേ ചെയ്യാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഗ്യാസ് അടുപ്പിൽ ചെയ്യുമ്പോഴും ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞ ആ ഒരു രീതിയിൽ ചെയ്താൽ മതി. നമ്മൾ കേക്കൊക്കെ ചെയ്യുന്ന പോലെ ചൂടായ പാത്രത്തിൻ്റെ അകത്ത് വെച്ചിട്ട് ബേക്ക് ചെയ്തെടുത്താൽ മതി. ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്, അത് നോക്കാം. അപ്പോൾ ഇതും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനെല്ലാം കുറച്ച് മാത്രമേ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ ഏതെങ്കിലും ഒന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൂടുതൽ വേണമെങ്കിൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഡബിൾ എടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് കോക്കനട്ട് കുക്കീസാണ്. അപ്പോൾ നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് 50 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ അൺസോൾട്ടഡ് ബട്ടറാണ് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഒരു ക്രീമി പരുവത്തിലാക്കിയെടുക്കുക. ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ്. പിന്നെ വേണ്ടത് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ്. അപ്പോൾ ഡെസിക്കേറ്റഡ് കോക്കനട്ടും 1/4 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം.
ചിരകിയ തേങ്ങ അതിൻ്റെ കളറൊന്നും മാറാത്ത രീതിയിൽ ഒന്ന് നല്ലോണം ചൂടാക്കിയെടുക്കുക. ആ ഒരു തേങ്ങയുടെ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ട് വരുന്ന വരെ ഒന്ന് ചൂടാക്കിയെടുക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് തേങ്ങയുടെ കളറൊന്നും മാറാത്ത രീതിയിൽ വേണം ചൂടാക്കിയെടുക്കാനായിട്ട്. എന്നിട്ട് ചൂടാറി കഴിയുമ്പോൾ ചെറിയ ജാറിലിട്ടിട്ട് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ അതാണ് ഡെസിക്കേറ്റഡ് കോക്കനട്ട്. നമുക്ക് വാങ്ങിക്കാനും കിട്ടും. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ പുട്ടിനൊക്കെ നനക്കുന്ന പോലെ എല്ലാം കൂടെ ഒന്ന് നനച്ചെടുക്കുക, എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ബട്ടറും അതുപോലെ പഞ്ചസാര പൊടിച്ചതും ഡെസിക്കേറ്റഡ് കോക്കനട്ടും എല്ലാം കൂടെ ഒന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ മൈദയാണ് കേട്ടോ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നേരത്തെ ചെയ്ത പോലെ അരക്കപ്പ് ഗോതമ്പ് മാവ്, അരക്കപ്പ് അമൃതം പൊടി അങ്ങനെയൊക്കെ ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ മൊത്തത്തിൽ 1 കപ്പ് ഗോതമ്പ് പൊടി വേണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ. ഉപ്പില്ലാത്ത ബട്ടറാണല്ലോ ചേർത്ത് കൊടുത്തത്, അതുകൊണ്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ട് ഇതിലോട്ട് പാലും കൂടെ ചേർത്തിട്ടാണ് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ പാകത്തിന് പാല് ചേർത്ത് കൊടുക്കുക. ഒരു 3-4 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുക്കുക കേട്ടോ. ആദ്യം തന്നെ ഒന്നിച്ച് ചേർത്ത് കൊടുക്കണ്ട. എന്നിട്ടിത് നല്ലോണം സോഫ്റ്റ് ഡോ ആക്കി എടുക്കണ്ട, ഒരു ബോൾസ് ആക്കി എടുക്കാൻ പാകത്തിന് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ഞാൻ 1/4 കപ്പ് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം കുറച്ച് ചേർത്തിട്ട് മിക്സ് ചെയ്ത് നോക്കിയിട്ട് ബാക്കിയുള്ളത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ പറഞ്ഞ പോലെ നല്ലോണം സോഫ്റ്റ് ഡോ ആക്കി എടുക്കണ്ട, എല്ലാം ഒന്ന് മിക്സായി കിട്ടിയാൽ മതി. അപ്പോൾ ഇത് പോരാ, ഇതിലോട്ട് ബാക്കിയുള്ള പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ 1/4 കപ്പ് പാലാണ് ചേർത്ത് കൊടുത്തത്. ഇതിപ്പോൾ പാകത്തിനായിട്ടുണ്ട്. ഒരു ബോൾസാക്കി എടുക്കാൻ പാകത്തിനുള്ള ഡോ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെറിയ ബോൾസാക്കി എടുക്കുക. എന്നിട്ട് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാം. ചെറിയൊക്കെ വേണമെങ്കിൽ നടുക്ക് ചെറി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ ചെറി ഇല്ലാത്ത കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഷേപ്പാക്കി എടുത്തിട്ട് ഈ ഒരു ട്രേയിലോട്ട് നിരത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി ബട്ടർ തടവി കൊടുത്താൽ മതി. എന്നിട്ട് ബോൾസാക്കി എടുത്തിട്ട് ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നടുക്കൊരു കുഴി പോലെ ആക്കിയിട്ട് എന്തെങ്കിലും വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാം. ഞാൻ ഇതുപോലെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ഈ ഒരു രീതിയിൽ ഷേപ്പാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ആക്കിയിട്ട് ട്രേയിലോട്ട് നിരത്തി കൊടുക്കാം. ഇതും അടുപ്പിച്ച് വെക്കണ്ട, കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ബേക്ക് ചെയ്യാനായിട്ട് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 180 ഡിഗ്രിയിൽ 25 മിനിറ്റോളം സമയം എടുക്കുന്നുണ്ട് ബേക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 15-20 മിനിറ്റൊക്കെ ആകുമ്പോൾ ഒന്ന് നോക്കുക. ഇതിപ്പോൾ 25 മിനിറ്റോളം സമയം എടുത്തിട്ടുണ്ട് ബേക്കായി കിട്ടാനായിട്ട്. ചൂടാറി കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ട്രെയിൽ നിന്ന് മാറ്റാം. ഇതിപ്പോൾ നല്ല പാകത്തിന് തന്നെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. അടിഭാഗം കരിഞ്ഞിട്ടൊന്നുമില്ല, അടിഭാഗം കരിഞ്ഞു പോകാതെ നോക്കണം. ഇതിപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതും ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കോക്കനട്ട് കുക്കീസാണ്. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്